തുരങ്കത്തിൽ നിർണായക ഘട്ടമായ പാറ തുരക്കൽ ആരംഭിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആനക്കാംപൊയിലിൽ മറിപ്പുഴ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്യും. ആദ്യം മറിപ്പുഴ സ്വർഗംകുന്ന് ഭാഗത്താണ് തുരക്കുന്നത്. ഷഹദ് റഹ്മാൻ നൽകും വിശദാംശങ്ങൾ. ഷഹദ്, ഈ വയനാട് തുരങ്കപാത നിർമ്മാണ പദ്ധതിക്ക് തുടക്കമാകുമ്പോൾ സർക്കാരിന്റെ കാര്യപരിപാടികൾ എങ്ങനെയൊക്കെയാണ്? എപ്പോഴാണ് മുഖ്യമന്ത്രി ഈ ആദ്യ ബ്ലാസ്റ്റിംഗ് കർമ്മം നിർവഹിക്കുന്നത്? റോഷ്നി, നാളെ 11 മണിയോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, അതായത് കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു വികസന കുതിപ്പേകുന്ന ഒരു പദ്ധതിയാണ് ഈ തുരങ്കപാത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകാനുള്ള യാത്ര, ആ യാത്ര ഏറ്റവും സുഗമമായ രീതിയിൽ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം അത് 2025 പൂർത്തിയായതാണ്. ഇപ്പോൾ അതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രി നാളെ 11 മണിയോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. വയനാട്ടിലേക്ക്, അതായത് നിലവിൽ നമുക്കറിയാം താമരശ്ശേരി ചുരം വഴിയാണ് വയനാട്ടിലേക്കുള്ള യാത്ര. ആ യാത്ര ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും പല ഘട്ടങ്ങളിലും വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നു. ബദൽ സംവിധാനങ്ങൾ വേണമെന്ന നാളുകളായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യത്തിന് ഒരു പരിഹാരം എന്ന വണ്ണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ബ്ലാസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതിന്റെ അനുമതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അതിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ സർക്കാരിനെ സംബന്ധിച്ച്, അതായത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി തന്നെയായിരിക്കും അവർ ഉയർത്തി കാണിക്കുക. എന്തായാലും അതിന്റെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ അതിന്റെ എല്ലാവിധ യന്ത്ര സാമഗ്രികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഈ തുരങ്കം നിർമ്മിക്കുകയും ചെയ്യുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നാളെ 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക. വയനാട്ടിലേക്കുള്ള ഏറ്റവും സുഗമമായിട്ടുള്ള യാത്ര, അതാണ് ഈ തുരങ്കപാത വരുന്നതോടുകൂടി യാഥാർത്ഥ്യമാവുക. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.